മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ബസ് മറിഞ്ഞ സ്ഥലത്ത് RTO പരിശോധന നടത്തി. മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഡ്രൈവറുടെ അശ്രദ്ധയാണോ റോഡിന്റെ പ്രശ്നമാണോ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്ന് RTO പറഞ്ഞു. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, പരിശോധന നടത്തിയവർ പ്രാഥമികമായി കണ്ടെത്തുന്നത് എന്താണ്? എൻഫോഴ്സ്മെന്റ് RTO ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. അവർ ഇപ്പോൾ നിലവിൽ അതിൽ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഇപ്പം അവർ ആ ബസ് അപകടം സംഭവിച്ച ബസ്സാണ് സന്ദർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശവും ആ റോഡും സന്ദർശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ CCTVയിൽ മുന്നിലേക്ക് ഈ 2 സ്കൂട്ടർ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കടക്കുന്നുണ്ട്. അത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ അവർ പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറുടെ മൊഴി പ്രധാനപ്പെട്ടതാണ്. ഡ്രൈവർ ഇപ്പോൾ എടപ്പാളിലെ ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊഴി കൂടി എടുത്തതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO പറഞ്ഞിരിക്കുന്നത്. ഈ ബസിന്റെ സാങ്കേതിക തകരാറാണോ അതല്ലെങ്കിൽ ഈ റോഡ് നേരത്തെ നാട്ടുകാർ ഉന്നയിച്ച റോഡിന്റെ പ്രശ്നമാണോ ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിനകത്തൊരു റിപ്പോർട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് RTO അറിയിക്കുന്നത്. ഹ്യൂമൻ എറർ കൊണ്ടാണോ അതോ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ അപകടം സംഭവിച്ചത്, അതുകൂടാതെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, റോഡിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധന നടത്തിയിട്ടുള്ളൂ, പല ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുള്ളൂ.